നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. താനങ്ങ് പറഞ്ഞാ പോരെ, വെറുതെ നേരം കളയാൻ. ഡയലോഗ് പറയണം, നിന്റെ പേരാണത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വായിക്കൊള്ളണ വാക്ക് എഴുതിയാൽ മതി. അല്ലാത്ത പറയണം. പേരാണ് ദൃഷ്ടദുമ്ന മഹാരാജാവ്. പറഞ്ഞേക്കാം. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. അതെ, അത് മതി. ആരെവിടെ? നീ ചോദിക്കുക, ആരെവിടെ? അല്ല, അവൻ ബാലയിലൊരു ഡയലോഗ് പറഞ്ഞാ നിങ്ങൾ ആരെയും വിളിച്ചതല്ല. എല്ലാവരും പോയേ. എന്ത് കഷ്ടമാണ് ദൈവമേ. എല്ലാവരും കൂടെ പോകണം. ഇങ്ങടുവാ. ഏടാവേ, ഒരാള് നിന്നിട്ട് ബാക്കി എല്ലാവരും പോണാവേ. ആവശ്യമില്ലാത്ത സുരേഷ്, നീ ഇങ്ങടുവാ. ബാക്കി എല്ലാവരും പോ. നീ ഇവിടെ തന്നെ. ബാക്കി എല്ലാവരും പോ. ബടൻ വരുന്നു. പടമായിട്ട് വാ. ആഹാ, അടിപൊളി ബടൻ. ബടനായാലും ഇങ്ങനെ വേണം. മഹാരാജൻ അങ്ങ് തൃതങ്ക പുളങ്കിത്തനാവട്ടെ. ഇവനല്ലല്ല, സുനിയല്ലേ? സുനിക്ക് പനിയല്ലേ? അപ്പൊ അനിയല്ലേ മുനി? അപ്പൊ ഇത് ഏത് സൈജി? ഇവൻ സനി. ഡയലോഗ് പറയൂ, കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറ. മഹാരാജൻ അങ്ങ് തൃതങ്ക പുളങ്കിതനാവട്ടെ. ഈ ഒരു പടി ബാക്കിൽ പോയി പഠിക്ക്. പോരാ പോയി പഠിക്ക. അപ്പുറം പോയി പഠിക്ക്. പഠിച്ചിട്ട് വാ ഇങ്ങോട്ട്. മന്ത്രി വാ. ഞാനാണോ? ഒക്കെ നീയാണ്. നീ രാജാവല്ലേ. മന്ത്രി ഇങ്ങോട്ട് വാ. കേറുവാ. മതി. എന്തുപറ്റി? ക്ഷമിക്കണം, ഒരു പ്രാവശ്യം കൂടി. ചിരിച്ചതാണ്. അടിപൊളി ഡയലോഗ് പറ. മറന്നുപോയി. മമ പ്രണാമം പ്രഭു. മാക്രാണം പ്രഭു. എന്തിനാണ് പറയണത്? മമ പ്രണാമം പ്രഭു. മാങ്ങാമണം പ്രഭു. വ്യക്തമായിട്ട് പറയണം. മമ പ്രണാമം പ്രഭു. എന്താണ്? നമ്മളിങ്ങനെ കാണുമ്പോ വിഷയമില്ലേ? ഹലോ രാജാവേ. ഹലോ, സുഖമല്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്തു പോ. മന്ത്രി സത്തമ്മ. ഞാനാണ് മന്ത്രി സത്തമ്മ. ഇരട്ടപ്പേര് വിളിച്ച കൊല്ലും ഞാൻ അവനെ. എന്താ നിന്റെ ഇരട്ടപ്പേര്? എന്റെ ഇരട്ടപ്പേര് തത്തമ്മ രാജു ഇവിടെ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഇവരുടെ ഇരട്ടപ്പേര് തോന്നൽ ഞാൻ വിളിച്ച അലമ്പുണ്ടാക്കല്ലേ? മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അത് മതി. നിനക്കറിയുമോ? നിക്കറിയുമോ? അറിയില്ല. എന്ത്? അതല്ല, നിനക്കറിയാമോ? നിനക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ താഴെ പറഞ്ഞ് ഇവിടെ വന്നാൽ മതി, പറഞ്ഞുതരാം. ആൾക്കാരെ അറിയിക്കല്ലേ? ഒരു പണിയോ? മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അന്തപുരത്ത് നിന്ന് നമ്മുടെ ഉടയാടുകൾ കൊണ്ടുവരൂ. ഉടയാടുകൾ, അതായത് നിന്റെ കുപ്പായ. അന്തപുരത്ത് നിന്ന് കുപ്പായ എടുത്തോണ്ട് വരാർക്കാ. എത്ര നേരം കണ്ണടച്ച് കാണിക്കണം. എന്താണ്? എടുത്തിട്ടില്ലേ? നീ ഞൊട്ടും. നിങ്ങൾ വണ്ടി കയറി പറഞ്ഞു എന്റെ പാന്റ് ട്രൗസർ ഒക്കെ എടുത്ത് കയറ്റാൻ. ഇവിടെ പോയി ഞൊട്ടുന്നാ. മന്ത്രി പോയിക്കോ. പുറത്ത് കാണാം. അതിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ട് വിട്ടോ. പഠിച്ചാ ശരിയായിട്ടില്ല. ഇത് മൃദംഗത്തിലാണ്, മുളകത്തിലാണ് ഞങ്ങൾ. നീ വാ തുറന്നാ കംപ്ലീറ്റ് തെറ്റാ. നീ അപ്പുറം പോയി പഠിക്കില്ലേ? എന്ത് കഷ്ടമാണ് ദൈവമേ. സുരക്ഷിത ആരാവന്? ഡ്രൈവർ. എന്താണ്? ബാലയാണ്. പൊക്കിയുടെ ഇറക്കാം. ആൾക്കാർ കാണണം. ഇങ്ങോട്ടൊന്ന്. നീ നമ്മളാ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ചീട്ടെടുത്ത് അത് കണ്ടാണ്. ടോളിന്റെ ചീട്ട്. ബാല നടക്കണം. രണ്ട് പോലെ കഴിഞ്ഞ പ്രാവശ്യം ടോളിന്റെ ചീട്ട് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് കായ് കൊടുത്ത് പോയിരുന്നു. ബാല നടക്കണം. ഈ പ്രാവശ്യം നടക്കില്ല. എന്ത് കഷ്ടമാണ്. അങ്ങോട്ട് ബാല നടക്കണേ. പൊക്കോ. ബാലയാണ്. ആരെവിടെ? എന്ത് കഷ്ടമാണ്. നിങ്ങളെല്ലാം വിളിക്കണത്. പൊയ്ക്കോ. നിങ്ങളൊന്നല്ല ഡയലോഗ് പറഞ്ഞ. സുരക്ഷ ഞാൻ ആരെവിടെ വേണ്ടട്ടാ. ശരിയായിട്ടില്ല. പോയി പഠിക്കണേ. ഏതാണ് ശരിയാവുന്ന? പോയി പഠിക്ക്. ഇതാരണത്? നമ്മുടെ ബാലയിൽ ഹനുമാനില്ല. ഹനുമാനല്ലത്. ലൈറ്റ് കെട്ടുന്ന ശശിയാ. ലൈറ്റ് കെട്ടാൻ ഇപ്പൊ കടലിൽ കുത്തിയതാ. പഠിച്ചാ പോയി പഠിക്കണം. എന്ത് കഷ്ടമാണ്. നീ എഴുതിന്നെ. മന്ത്രി ഒന്നുകൂടി വാ. പിന്നെ ഇത് ബാല നടക്കൂലെന്നാണ് തോന്നുന്നത്. ചീട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടി അടുത്തില്ല. ആ പുളിയുടെ ചവിട്ടിലാണ്. എന്ത് സംഭവിച്ചാലും ഓടി അങ്ങ് എത്തിയേക്കണം. കേട്ടില്ല? ഓർമ്മ വേണം. പുള്ളിയുടെ വീട്ടിലാണ്. മനസ്സിലായി. എവിടെ മന്ത്രി? എവിടെ? എങ്ങോട്ട് പോയി മന്ത്രി? ഇതിലേക്ക് വണ്ടി. മഹാരാജൻ ഒന്നും അറിയില്ലേ? കാണിക്കരുത്. ഒരു പ്രാവശ്യം പറഞ്ഞു. ഇനി വേണം ഇങ്ങോട്ട് പറയാം. മറിയലല്ല, ഒന്നും അറിയില്ലെന്ന്. എനിക്കൊന്നും അറിയില്ല. ശത്രു സൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു.
എന്താണ്? കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. വാ നിവർത്തിയിട്ട് വരാം. അയ്യോ അതല്ല, ശത്രു സൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കരക്കാര് നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഞാൻ മുകളിലോട്ടുണ്ടാവട്ടാ. അയ്യോ ഇതൊക്കെ പോലെ പോലെ എന്ത് കഷ്ടമാണ്. ഈ സമയം അയൽവക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. അയൽവക്കത്തെ രാജാവ് കോഴിക്കാഷ്ടമായിട്ടോ? കോഴിക്കാഷ്ടമല്ല, കോപിഷ്ഠനായിട്ട്. ആരാത്? അയ്യോ കോപിഷ്ഠനായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇത് കണ്ടാടാ ചിരിക്കും മെനകേടായിട്ട്. ഗോപനൊക്കെ വന്നിട്ട് നീ എപ്പോഴാണ് തുടങ്ങുന്നത്? അതല്ല നിന്റെ മുഖത്ത് ദേഷ്യം വന്നിട്ട് എനിക്കത് വരൂല. അയ്യോ ഇതൊക്കെ ശമ്പളം ഞാൻ തരൂല്ലോ. എന്റെ സ്വഭാവം പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. അത്ര മതിയാ? ഇങ്ങോട്ട് വാ. മഹാരാജൻ മഹാരാജാവ് വിളി കേൾക്കുന്നു. അയ്യോ കണ്ട മീൻകാരെയൊക്കെയല്ലേ ഞാൻ രാജാവാക്കിയത്. അങ്ങനെയല്ല, അവന്റെ പേര് പറ. അവന്റെ പേര് പറ. ത്രിവിക്രമ. അത് നടക്കില്ല, ഞാനില്ല. നീ ഇട്ടറിഞ്ഞിട്ട് പോലെ എനിക്ക് കാറ്റ് മേടിക്കണ്ടാണ്. നീ പറയുന്നേ. ത്രിവിക്രമ. വായി കൊള്ളൂലടാ ഈ പേര്. പറയുന്നു, എന്തെങ്കിലും ഒന്ന് പറയേ. എന്റെ പേരല്ലേ? ശശി എടാവേ. എന്താടാവേ? എന്തൊക്കെയുണ്ട്? മതി. മഹാരാജാവ് വാളെടുക്കുന്നു. വാളെടുക്കാൻ പറ. ആ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചു. ഉറിയിലൊക്കെ എങ്ങനെയാണോ വാൾ വലിച്ചു വിടണം? അയ്യോ വാളെടുത്തിട്ടില്ല. വാളെടുത്തില്ലേ? വാള് വെച്ചേക്കണ ആരാ വാള വെച്ചാക്കണ? വാള് വെച്ചത് ഞാനാ. അല്പം മോനെ ഒറിജിനൽ വാള് വെച്ചേക്കണത് ആരാണ്? സുരേഷേ, ആളെ മനസ്സിലാകാതിരിക്കാനല്ലേ? വാള് കിട്ടിയ തളാൻ പോകാൻ പറ്റുന്നു. തന്നെയാണോ? എന്നെയല്ല, അവനെ വെട്ട്. നല്ല കളി. വെട്ടിക്കഴിഞ്ഞ മരിച്ചു വീഴുന്നു. അയ്യോ നീ വെട്ടിട്ട് നീ തന്നെ മരിച്ചു വീണു. നീ എഴുതിട്ട് നീ മരിച്ചു വീണു. പൊട്ടിച്ചിരിക്കുന്നു. കിടക്കണം. തീ എങ്ങനെ ഇറക്കിയിരിക്കണത്? തീ അവിടെ കിടക്കണ. ഈ സമയം ശത്രു സൈന്യം അന്തപുരത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവർ മഹാരാജാവിനെ വളയുന്നു. എന്താ? നിങ്ങളൊക്കെ എതിരാജ്യത്തെ പടന്മാരായി. രാജ്യത്തൊക്കെ ഭടന്മാരല്ല, പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. എന്താ ചേട്ടാ പ്രശ്നം? ഞങ്ങൾക്ക് ഈ ബാല വേണ്ട. പിന്നെ എന്താണ് നിങ്ങൾ? ഞങ്ങൾക്ക് ചവിട്ട് നാടകം മതി. ചവിട്ട് കളയാൻ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം ചവിട്ട് നാടകം. അതല്ലേ? ചവിട്ടി പോയാ അങ്ങനെ മുളകിലാവട്ടെ. ഇപ്പൊ ശരിയായ